ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വാർത്തയ്ക്കപ്പുറത്തേക്ക് എല്ലാ മലയാളിക്ക് എന്നുള്ളതല്ല, കുറ്റകൃത്യങ്ങളെ പറ്റി അന്വേഷിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉദ്വേഗം നിറഞ്ഞ ഒരു വാർത്തയിലേക്കാണ്. സുകുമാരക്കുറുപ്പിനെ തേടി വീണ്ടും കേരള പോലീസ്. സുകുമാരക്കുറുപ്പിനെ കണ്ടെന്ന് മുൻപ് വെളിപ്പെടുത്തിയ നഴ്സിന്റെ മൊഴിയെടുത്തു. കൊൽക്കത്തയിൽ നഴ്സായിരുന്ന രത്നമ്മയുടെ മൊഴിയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, സുകുമാരക്കുറുപ്പായി നമുക്ക് മുൻപിലേക്ക് സുകുമാരൻ വന്നു, ദിലീപ് വന്നു, ദുൽഖർ വന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരള പോലീസിന്റെ അന്വേഷണം 42 വർഷമായി അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. നിലവിലിപ്പോൾ എങ്ങനെയാണ് ഈ കേസ് ഡയറി വീണ്ടും പോലീസിന്റെ മുൻപിലേക്ക് എത്തുന്നത്? എന്ത് നീക്കമാണ് പോലീസ് ഈ കേസിൽ നടത്തുന്നത്? അക്ഷയ, കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ് ഇപ്പോഴും സുകുമാരക്കുറുപ്പ് എവിടെയെന്ന് കേരളം ചോദിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് അപ്പുറം എത്തി നിൽക്കുന്നു. 1984 ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കൊലപ്പെടുത്തിയ ശേഷം മുങ്ങി സുകുമാരക്കുറുപ്പ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ആ തിരോധാനം ഇപ്പോഴും ഒരു ദുരൂഹമായി തുടരുകയാണ്. സുകുമാരക്കുറുപ്പിനെ കണ്ടവർ പല രീതിയിൽ വെളിപ്പെടുത്തലുമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെ കേരള പോലീസ് പല ഘട്ടങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയിട്ടും തെളിവൊന്നും ലഭിച്ചിരുന്നില്ല. സുകുമാരക്കുറുപ്പ് എങ്ങോട്ട് പോയി എന്ന് ഇപ്പോഴും കേരള പോലീസിന് അറിയുകയുമില്ല. അപ്പോൾ ആ ഫയലൊക്കെ ക്രൈംബ്രാഞ്ചിലും ആലപ്പുഴയിലെ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുമൊക്കെ പൊടിപിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ക്രൈംബ്രാഞ്ച് ആ കേസ് പൊടിതട്ടിയെടുക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ തെളിയിക്കപ്പെടാത്ത പല കേസുകളും ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ പരിശോധനകൾ നടത്താനുള്ളൊരു നിർദ്ദേശം നൽകിയെന്ന് അവർ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 10,000-15,000-ത്തിലധികം കേസുകൾ തെളിയിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് സുകുമാരക്കുറുപ്പ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അന്ന് ഈ ചാക്കോ വധക്കേസ് നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊൽക്കത്തയിൽ നേഴ്സായിരുന്ന രത്നമ്മ അന്ന് സുകുമാരക്കുറുപ്പിനെ കണ്ടിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നു. അത് അവരന്ന് പറഞ്ഞിരുന്നത് തൻ്റെ ആശുപത്രിയിൽ, അവർ കൽക്കട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ നേഴ്സായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൾ പരിക്കേറ്റ് ചികിത്സയ്ക്കായി വന്നു. അപ്പോൾ അയാളെ കണ്ടപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ ഛായ തോന്നി. സുകുമാരക്കുറുപ്പ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണ് എന്ന് പറഞ്ഞു. അവർ മരുന്നെടുത്ത് തിരിച്ചു വരുമ്പോൾ ആളെ കാണാനില്ലായിരുന്നു എന്നായിരുന്നു അവരന്ന് പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച് അവർ അന്ന് കേരള പോലീസിന് കത്തെഴുതുകയും കേരള പോലീസ് ഇവിടെ നിന്ന് കൊൽക്കത്തയിൽ പോയി അവരുടെ മൊഴിയെടുക്കുകയും അവിടെ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നൊന്നും പിന്നീട് സുകുമാരക്കുറുപ്പ് ആണോ വന്നത്, അങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായ ഉത്തരം ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ രത്നമ്മ അവരുടെ ഔദ്യോഗിക ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തി. ആലപ്പുഴ ജില്ലയിലാണ് അവരുടെ സ്വദേശം. അപ്പോൾ അവരുടെ വീട്ടിലെത്തിയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ മൊഴി ഒരു പക്ഷേ അവർക്കിപ്പോൾ നല്ല പ്രായമായിട്ടുണ്ട്. അപ്പോൾ അന്ന് നൽകിയ മൊഴിയാണ് അവർ വീണ്ടും ആവർത്തിച്ചത്. അതിനപ്പുറം അവർക്ക് കൂടുതൽ സൂചനകളൊന്നും നൽകാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പഴയ ഫയലുകളിലൂടെയുള്ള ഒരു തുടർയാത്ര എന്നതിനപ്പുറം പുതിയ എന്തെങ്കിലും തെളിവുകളോ ക്ലൂകളോ പോലീസിന് ഇല്ല. തീരാത്ത കേസുകളിൽ കൂടി ഒന്നും കൂടെ പരിശോധിച്ച് ആ ഫയൽ പോലീസിന് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനിടയിൽ എപ്പോഴോ സന്യാസ രൂപത്തിൽ അദ്ദേഹത്തെ കണ്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നു. അങ്ങനെ പലതരത്തിൽ. ഒപ്പം തന്നെ ഈ മലയാള സിനിമ തന്നെ ഇപ്പോൾ കാണിച്ചു വെച്ചിട്ടുള്ള സുകുമാരക്കുറുപ്പാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ CCTV ഇല്ല, ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കുറെ സിനിമകൾ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ള കുറെ ദൃശ്യങ്ങളാണ്. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തെങ്കിലും ഒരു ജീവൻ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു ഘടകം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് അനന്തൻ? വളരെ ദുർബലമാണ് അതിനുള്ള സാധ്യതകൾ. കാരണം സുകുമാരക്കുറുപ്പിനെ പറ്റി പോലീസ് വിശദമായ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അന്ന് നടത്തിയ അന്വേഷണങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയില്ല. പിന്നെ പല ഘട്ടങ്ങളിലും പുതിയ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പുതിയ ഉദ്യോഗസ്ഥർ വരികയും അവരുടെ പഴയ കേസുകളിലുള്ള കൗതുകവുമാണ് വീണ്ടും ഈ ഫയലുകൾ പൊടിതട്ടിയെടുക്കാനുള്ളൊരു കാരണമെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലോ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടതായിട്ടുള്ള അവകാശവാദങ്ങളോ ഒന്നും ഇല്ല. പഴയ കേസ് ഒന്നും കൂടി പരിശോധിച്ച് അതിനകത്ത് ഇനി എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ, സുകുമാരക്കുറുപ്പിൻ്റെ കേസും ചാക്കോ വധ കേസ് മാത്രമല്ല മറ്റു പല കേസുകളിലും അത്തരം ചില അവശേഷിപ്പുകൾ ഉണ്ടോ എന്നുള്ളൊരു പരിശോധന മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രത്നമ്മയുടെ മൊഴിയെടുത്തത്. ഞാൻ ഒരിക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്ന ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നത്, ഒരു പക്ഷേ സുകുമാരക്കുറുപ്പ് ഈ ചാക്കോ ഇങ്ങനൊരു ഒരു മർഡർ പ്ലാനുമായി നാട്ടിലേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ഉണ്ടാക്കാനുള്ള സാധ്യത ആ മർഡർ പ്ലാനിനെക്കാട്ടി മുമ്പ് തന്നെ അദ്ദേഹം എസ്കേപ്പ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ സുകുമാരക്കുറുപ്പ് ഈ കൊലപാതകം നടത്തി പിടിക്കപ്പെടുമെന്നുള്ള ഘട്ടത്തിൽ അയാൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ
വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പക്ഷേ അവിടുത്തെ പാസ്പോർട്ട് അടക്കം തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അയാൾ ഒരു പക്ഷേ നേപ്പാൾ വഴിയോ മറ്റ് ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ വഴിയോ പ്രത്യേകിച്ച് ശ്രീലങ്ക വഴിയോ ഒക്കെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അന്നേ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു അങ്ങനെയും ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അന്ന് അന്വേഷിച്ച ചില ഉദ്യോഗസ്ഥർക്ക് അത്തരം ചില ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു തെളിവും അങ്ങനെ ഏതെങ്കിലും എയർപോർട്ട് വഴി അങ്ങനെ ഒരാൾ പോയതായിട്ടോ ഒന്നും തെളിവുകൾ അതൊക്കെ അന്വേഷിച്ചിരുന്നു പോലീസ്. അതിനുള്ള തെളിവുകളൊന്നും ഒരുപക്ഷെ രൂപമാറ്റമൊക്കെ അന്നൊക്കെ വലിയ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലമാണ്, CCTVകൾ ഇല്ലാത്ത കാലമാണ്. ഒരുപക്ഷെ ഒരു അത്ര വലിയ രീതിയിലല്ലെങ്കിലും വേഷപ്രച്ഛന്നനായൊക്കെ പോകാനൊക്കെയുള്ള തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് കണക്കൂട്ടൽ. പക്ഷേ അതിനിടയിലും പല ഘട്ടങ്ങളിൽ പല വർഷങ്ങൾ കഴിഞ്ഞാലും സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ കേരള പോലീസിന് ഒരുപക്ഷെ അടുത്ത കാലത്തും അങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകളൊക്കെ പോലീസിന് വന്നിട്ടുണ്ട്. പോലീസ് അപ്പോൾ തന്നെ അവിടെ പോയി അന്വേഷിക്കും. ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ വീണ്ടും ഇത് സംബന്ധിച്ചുള്ള ചില തുടർ പരിശോധനകൾ നടത്തുന്നത്. ഏതായാലും രത്നമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ക്ലൂ ലഭിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് അതായത് ചാക്കോ 84-ൽ ചാക്കോ കൊല്ലപ്പെട്ട തുടർ ദിവസങ്ങളിലാണ് ഈ രത്നമ്മ അവകാശപ്പെടുന്നത് കൊൽക്കത്തയിലെ ആശുപത്രിയിൽ സുകുമാരക്കുറുപ്പ് വന്നിരുന്നു. ചോദിച്ചപ്പോൾ സുകുമാരക്കുറുപ്പാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ആശുപത്രിയിൽ നിന്ന് കാണാതായി എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ മൊഴി. ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം സുകുമാരക്കുറുപ്പ്, അവിടെ എത്തിയിട്ടുണ്ടാകാം. തന്നെ ഒരാൾ തിരിച്ചറിഞ്ഞു, ഒരു മലയാളി തിരിച്ചറിഞ്ഞു എന്ന് കണ്ട മാത്രമേ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുണ്ടാകാം. പക്ഷേ പിന്നീട് എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കാര്യങ്ങൾ അജ്ഞാതമാണ്. ആനന്ദൻ, ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ നീക്കം തന്നെ ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെ നമുക്ക് തോന്നാവുന്നതാണ്. അതായത് നിലവിൽ ഇപ്പോൾ മൊഴി എടുത്തു എന്ന് പറയുന്നു, ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണെന്ന് പറയുന്നു. അതായത് ഇതിന് പിന്നിൽ ഇത്രമാത്രം 4 പതിറ്റാണ്ടിന് ഇപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസാണ്. അപ്പോൾ ഇതിലെങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും ഇതിൽ മുന്നോട്ട് പോവുക? കാരണം അത് സാധാരണഗതിയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതിന് പ്രത്യേക അന്വേഷണ സംഘമൊന്നും ഇപ്പോൾ രൂപീകരിച്ചിട്ടില്ല. മുൻപ് ഈ കേരള പോലീസിൻ്റെ അന്ന് ആലപ്പുഴ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്ന് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ സംഘമാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ അലമാരയിൽ പൊടിപിടിച്ച് കിടക്കുന്ന തെളിയിക്കപ്പെടാത്ത കേസ് ഫയൽ കൂമ്പാരത്തിൽ ഒന്ന് സുകുമാരക്കുറുപ്പിൻ്റെ, അതായത് ചാക്കോ വധക്കേസാണ്. കേരള പോലീസിനെ ഇത്രയും വട്ടം ചുറ്റിച്ച ഒരു കൊലക്കേസ് പ്രതി മറ്റാരും കാണുകയില്ല. ഇത്രയും കുപ്രസിദ്ധി ആർജിച്ച മറ്റൊരു പ്രതിയും കേരള പോലീസിനെ കാണുകയില്ല. ഒരു പക്ഷേ സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തിട്ടമില്ല എന്നുള്ളതാണ്, തീർച്ചയില്ല എന്നുള്ളതാണ്. സുകുമാരക്കുറുപ്പിന് ഇപ്പോൾ എങ്ങനെയായാലും ഒരു 80 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാകാനാണ് സാധ്യത. അന്ന് 84-ൽ ആണ് അയാൾ കൊലപാതകം നടത്തി രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പ്രതി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ വീണ്ടും അതെന്ത് സംഭവിച്ചു, ആ കേസ് ക്ലോസ് ചെയ്യാൻ ഇതുവരെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീർപ്പിലേക്ക് എത്താനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം കൂടി എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇത് സിനിമയല്ല എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ പറയേണ്ടി വരും. കാരണം കുറച്ച് വർഷങ്ങളായി നമ്മൾ ഇത് സിനിമയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സുകുമാരക്കുറുപ്പ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. ക്രൈം നമ്പർ 2284 ചാക്കോ വധക്കേസിൽ എന്തായാലും കേസ് ഡയറി വീണ്ടും പോലീസ് പരിശോധിക്കുന്നു. അന്ന് സുകുമാരക്കുറുപ്പിനെ മുംബൈയിൽ കണ്ടു എന്ന് പറയുന്ന നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യമായി പോലീസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കരിയറിലെ തന്നെ വലിയ നേട്ടമായി മാറുമെന്നതിലും സംശയമില്ല. പക്ഷേ ഒന്നുമില്ലാത്ത കാലത്താണ് CCTV പോയിട്ട് ഒരു തരത്തിലും തെളിവായിട്ടൊന്നും അവശേഷിപ്പിക്കാത്തൊരു കാലമാണ് കടന്നുപോയത്. 4 പതിറ്റാണ്ട് കഴിഞ്ഞു. അന്നുള്ള കേരളമോ അന്നുള്ള നാടോ ഒന്നുമല്ല ഇന്ന്. എന്തായാലും അതിലൊരു അനക്കം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വളരെ കൗതുകം നിറഞ്ഞ ഒരു വാർത്തയാണ്.